ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗോൾഡൻ ടേസ്റ്റ്. നമുക്ക് ഇന്ന് ഇഞ്ചി തൈര് ഉണ്ടാക്കാം. ഇഞ്ചി നമ്മുടെ ഡൈജഷനെ സഹായിക്കും, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കും. ഇതിൽ തൈര് കൂടി ചേർക്കുമ്പോൾ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഡിഷാകും. അപ്പോൾ ഇതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 വലിയ കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞ് കട്ട് ചെയ്തത്, 2 പച്ചമുളക്, 4 സ്പൂൺ തേങ്ങ, 1 ഗ്ലാസ് തൈര്, 1/2 ഗ്ലാസ് വെള്ളം, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് ഇഞ്ചി തൈര് തയ്യാറാക്കാം. നമുക്ക് ഇഞ്ചിയും പച്ചമുളകും തേങ്ങയും, പച്ചമുളക് ഇത് നമ്മൾ ഒടിച്ചിട്ടില്ലായിരുന്നു, നമുക്കത് ഒടിച്ചിട്ടാൽ നമുക്ക് എളുപ്പത്തിന് അരച്ച് കിട്ടാൻ എളുപ്പമുണ്ട്. ഇതങ്ങനെ ഒന്ന് ഒടിച്ചിട്ടാൽ മതി, ഒടിച്ചിട്ടാൽ നമുക്ക് അരയ്ക്കാൻ എളുപ്പമുണ്ട്. പച്ചമുളകും തേങ്ങയും കൂടെ 1/2 ഗ്ലാസ് വെള്ളത്തിൽ അരച്ചെടുക്കാം. 1/2 ഗ്ലാസ് വെള്ളത്തിൽ അരച്ചെടുക്കാം. ഈ ഇഞ്ചിയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഇഞ്ചി ആദ്യം ഒന്ന് ചതച്ച് അതിൻ്റെ നീരൊന്ന് കൈകൊണ്ട് നമ്മൾ പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇതിൽ അരച്ചെടുത്താലും മതി. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് തൈര് ചേർത്ത് കൊടുക്കണം. 1 ഗ്ലാസ് തൈര് ചേർത്ത് കൊടുക്കണം. തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തൈര് ഉടച്ചു മാത്രമേ ചേർക്കാവുള്ളൂ. അതിനായിട്ട് നമുക്കതൊരു മിക്സിയിലിട്ട് ഒന്ന് അടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു കടകോല് കൊണ്ട് നമ്മളൊന്ന് കടഞ്ഞെടുത്താൽ മതി. നമ്മളിത് ഓൾറെഡി തന്നെ കടഞ്ഞ് വെച്ചിരുന്നൊരു തൈരായതുകൊണ്ട് ഇതിൻ്റെ കട്ടയെല്ലാം മാറിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തൈര് നമ്മളിതിലേക്ക് ഈ പേസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 സ്പൂണിൽ ഉപ്പാണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തൈരിൻ്റെ പുളി അനുസരിച്ച് ഉള്ള ഉപ്പ് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി തൈര് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചോറിൻ്റെ കൂടെ നമുക്ക് ഡയറക്റ്റായിട്ട് കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വെറുതെ കുടിക്കാനും നല്ലതാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നൊരു ഡിഷാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.